ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ബൈനറി ട്രീ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബൈനറി ട്രീ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആണ്. നോൺ ലീനിയർ മാത്രമല്ല, ഒരു ഹയറാർക്കിക്കൽ ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചർ കൂടിയാണ് ബൈനറി ട്രീ. ഈ ബൈനറി ട്രീയിലെ ടോപ്പ് മോസ്റ്റ് നോഡിനെ നമ്മൾ റൂട്ട് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ട്രീ ആണ് കാണിച്ചിരിക്കുന്നത്, ബൈനറി ട്രീ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ബൈനറി ട്രീ ആണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറയാനായിട്ട് അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ എങ്കിലും ബൈനറി ട്രീയിൽ ഓരോ നോഡിനും കാണും. ഈ ട്രീക്കകത്തുള്ള ഓരോ എലമെന്റിനെയും നമ്മൾ നോഡ് എന്നാണ് പറയുന്നത്. ആ നോഡ്സിന് അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ എങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ ബൈനറി ട്രീ എന്ന് പറയാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ചൈൽഡ് നോഡ്, മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഓരോ നോഡും, ഈ ഒരു നോഡിന്റെ ചിൽഡ്രൻ ആണ് ഈ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കാണിച്ചിരിക്കുന്ന ഈ രണ്ട് വാല്യൂസ്. 1 എന്ന് പറയുന്ന ഈ ട്രീയുടെ റൂട്ടാണ്, അതായത് ടോപ്പ് മോസ്റ്റ് നോഡിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ചിൽഡ്രൻ ആണ് 2ഉം 3യും. ഓക്കെ, 2വിന്റെ പാരന്റ് ആണ് ഈ 1 എന്ന് പറയുന്നത്, 3യുടെയും പാരന്റ് ആണ് 1 എന്ന് പറയുന്നത്. ഈ 2 എന്ന് പറയുന്ന നോഡ് എടുക്കുകയാണെങ്കിൽ അതിന് 2 ചിൽഡ്രൻ ആണുള്ളത്. ഒരു ലെഫ്റ്റിലേക്ക് ഒരു നോഡും നമുക്ക് കാണാം, റൈറ്റിലേക്ക് ഒരു നോഡും കാണാം. ഈ ലെഫ്റ്റിലോട്ടുള്ള ചൈൽഡ് ആണ് 4 എന്ന് പറയുന്നത്, റൈറ്റിലോട്ടുള്ള ചൈൽഡ് ആണ് 5 എന്ന് പറയുന്നത്. ഇനി 4 എന്ന് പറയുന്ന നോഡ് എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇതിനകത്ത് ഒറ്റ നോഡ് മാത്രമേ ഒരു ചൈൽഡ് ഈ 4 എന്ന് പറയുന്ന നോഡിനുള്ളൂ. അത് 8 എന്ന് പറയുന്ന ഒരു നോഡാണ്, അതും റൈറ്റ് നോഡാണ്. ഓക്കെ, ലെഫ്റ്റിലോട്ട് ഇതിന് ചിൽഡ്രൻ ഒന്നും ഇല്ല, ചൈൽഡ്സ് ഇല്ല. ഓക്കെ, ഇനി ഈ റൈറ്റിലോട്ടുള്ള ഈ ഒരു നോഡ്, റൂട്ട് നോഡ് നിന്ന് റൈറ്റിലോട്ടുള്ള നോഡ് ഞാൻ എടുക്കുവാണെങ്കിൽ 3 എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ട്. റൈറ്റ് നോഡാണ്. ഈ 1ന്റെ റൈറ്റ് ചൈൽഡ് ആണ് 3 എന്ന് പറയുന്നത്, 3യുടെ റൈറ്റ് ചൈൽഡ് ആണ് 7 എന്ന് പറയുന്ന ഈ നോഡ്. ഇതിന് വേറെ ചിൽഡ്രൻ ഒന്നും ഇല്ല. പക്ഷെ 3 എന്ന് പറയുന്ന ഈ ഒരു നോഡിന്റെ ലെഫ്റ്റ് ചൈൽഡ് ആണ് 6 എന്ന് പറയുന്നത്. ഈ 6ന് 2 ചിൽഡ്രൻ ഉണ്ട്, 9ഉം 10ഉം. ഈ 9 എന്ന് പറയുന്ന ലെഫ്റ്റ് ചൈൽഡും 10 എന്ന് പറയുന്ന റൈറ്റ് ചൈൽഡും ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും, ഈ റൂട്ട് നോഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എഗെയിൻ ഓരോ സബ് ട്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ ഒരു സബ് ട്രീ, നമ്മൾ ഈ റൈറ്റിലേക്കുള്ള സബ് ട്രീ എടുക്കുവാണെങ്കിൽ ഈ ഒരു സബ് ട്രീയുടെ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. അതിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ലെഫ്റ്റിലോട്ട് എഗെയിൻ ഒരു സബ് ട്രീ വരുന്നുണ്ട്. അതാണ് ഈ 6 എന്ന് പറയുന്ന ആ നോഡ്, അതിന്റെ 2 ചിൽഡ്രനും കൂടിയത്. ഓക്കെ, അതിലെ റൂട്ട് എന്ന് പറഞ്ഞ ആ ഒരു സബ് ട്രീ എടുക്കുകയാണെങ്കിൽ അതിലെ റൂട്ട് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8, 5, 9, 10, 7 ഈ നോട്ട്സിനൊന്നും തന്നെ ഒരു ചിൽഡ്രൻ പോലും ഇല്ല, ഒരു ചൈൽഡ് പോലും ഇല്ല. അത്തരത്തിലുള്ള നോട്ട്സിനെയാണ് നമ്മൾ ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത്. ബൈനറി ട്രീയിലെ കുറച്ച് ടെർമിനോളജീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കേണ്ട ടെർമിനോളജീസ് എന്ന് പറയുമ്പോൾ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ എലമെന്റ് ആണ്. അതായത് ഒരു ട്രീക്കകത്തുള്ള ഓരോ ഡേറ്റ എലമെന്റിനെയും നമ്മൾ നോഡ് എന്നാണ് വിളിക്കുന്നത്. അതിൽ ടോപ്പ് മോസ്റ്റ് നോഡിനെയാണ് നമ്മൾ റൂട്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ പാരന്റ് നോഡ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി നമ്മൾ കണ്ടിരുന്നു. എന്താണ്? അതായത് ഒരു നോഡ്, അതിന് ഈതർ 1 or 2 ചിൽഡ്രൻ കാണുമായിരിക്കും. ഒന്നോ അതിലധികമോ ചൈൽഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു പാരന്റ് നോഡ് ആണെന്ന് പറയാം. ഇപ്പൊ 1 റൂട്ട് നോഡും ആണ്, അതൊരു പാരന്റ് നോഡും ആണ്. ഇതിന്റെയൊക്കെയാണ് ഈ പാരന്റ്, ഈ 1 എന്ന് പറയുന്ന, 2 എന്ന് പറയുന്ന നോഡിന്റെയും 3 എന്ന് പറയുന്ന നോഡിന്റെയും. അപ്പൊ ഈ 2വിനെയും 3നെയും എനിക്ക് വിളിക്കാവുന്ന പേരാണ് ചൈൽഡ് നോഡ്. ഈ ചൈൽഡ് നോഡ് തന്നെ ലെഫ്റ്റ് ചൈൽഡും ആവാം, റൈറ്റ് ചൈൽഡും ആവാം. ഓക്കെ, പിന്നെ നമ്മളൊരു നോഡ് കണ്ടു, ലീഫ് നോഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ചൈൽഡ് പോലും ഇല്ലാത്ത നോട്ട്സ്, ലൈക്ക് 8, 5, 9, 10, 7 ഇതിനൊക്കെയാണ് നമ്മൾ ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടെർമിനോളജി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്റേണൽ നോഡ്. അറ്റ്ലീസ്റ്റ് ഒരു ചൈൽഡെങ്കിലും ഉള്ള നോഡിനെയാണ് നമ്മൾ ഇന്റേണൽ നോഡ് എന്ന് പറയുന്നത്. 1 റൂട്ട് നോഡാണല്ലോ, 2 എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ നോഡാണ്. കാരണം അതിന് 2 ചിൽഡ്രൻ ഉണ്ട്, അല്ലെ?
പക്ഷെ 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റേണൽ നോഡ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിന് ഒരു ചൈൽഡ് പോലും ഇല്ല. ബട്ട് 4 ഈസ് എ internal node because this has one child node, right child, which is 8 അല്ലേ? ഇനി രണ്ട് ടെർമിനോളജീസ് നമ്മൾ ബൈനറി ട്രീസ് അല്ലെങ്കിൽ ട്രീസ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് ഡെപ്ത് ഓഫ് എ നോഡ്, അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് എ നോഡ്. ഡെപ്ത് ഓഫ് എ നോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം എ സ്പെസിഫിക് നോഡ് ടു ദ റൂട്ട് നോഡ്. ഈ 4 എന്ന് പറയുന്ന ഒരു നോഡ് എടുത്തു, അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് അതിൽ നിന്നും നമ്മുടെ റൂട്ട് നോഡിലേക്ക് എത്ര എഡ്ജസ് ഉണ്ട് അതിന്റെ എണ്ണമാണ് ഈ 4 എന്ന് പറയുന്ന നോഡിന്റെ ഡെപ്ത്. ഈ 4ന്റെ കേസിൽ 2 ഡെപ്ത് വരുന്നത്. ഓക്കെ, റൂട്ട് നോഡിന്റെ ഡെപ്ത് എത്രയാണ്? 0 ആയിരിക്കും. ഓക്കെ, റൂട്ട് നോഡിൽ നിന്ന് റൂട്ട് നോഡിലേക്ക് 0 ആണ് എഡ്ജസ് വരുന്നത്. ദാറ്റ്സ് വൈ. ഇനി ഹൈറ്റ് ഓഫ് എ ബൈനറി ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടോ, നമ്പർ ഓഫ് നോഡ്സ് ഫ്രം ദ ഡീപ്പസ്റ്റ് ലീഫ് നോഡ് ടു ദ റൂട്ട് നോഡ്. ഇതില് ഡീപ്പസ്റ്റ് നോഡ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് വരുന്നത്? 8 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 10 വരുന്നുണ്ട് അല്ലെ? ഇത് മൂന്നും സെയിം ലെവലിലാണ് വരുന്നത് അല്ലെ? സെയിം ലെവലിലാണ് വരുന്നത്. സോ നമ്പർ ഓഫ് നോഡ്സ് ഫ്രം ദ ഡീപ്പസ്റ്റ് ലീഫ് നോഡ്, ഇപ്പൊ ഞാൻ 8 ആണ് എടുക്കുന്നതെങ്കിൽ 1 2 3 ആണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബൈനറി ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. ഇതിലെ റൂട്ട് നോഡിനെ നമുക്ക് വേണമെങ്കിൽ പറയാം റൂട്ട് നോഡ് ഈസ് അറ്റ് ലെവൽ 0. ഇനി അത് കഴിഞ്ഞ് റൂട്ട് നോഡിന് 2 ചിൽഡ്രൻ അല്ലേ ഉള്ളത്, ഇതെല്ലാം ലെവൽ 1 എന്ന് നമുക്ക് പറയാം. ഈ 2ന്റെയും 3യുടെയും നെക്സ്റ്റ് ലെവലിൽ വരുന്ന ചിൽഡ്രൻ ഇതെല്ലാം ലെവൽ 2 എന്ന് നമുക്ക് പറയാം. ഇനി ലാസ്റ്റ് ഏറ്റവും അടിയിൽ വരുന്ന ഒരു ലെവലും കൂടെ ഈ കേസിൽ വരുന്നുണ്ട്, വിച്ച് ഇസ് അറ്റ് ലെവൽ 3 അല്ലേ? ഇതിനകത്ത് പിന്നെ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെക്കാനുള്ളത്, ഒരു ടെർമിനോളജിയും കൂടെ ഓർത്ത് വെക്കണേ. സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ്? കൂടപ്പറപ്പുകൾ, വേറൊന്നുമല്ല. അതായത് സെയിം പാരന്റ്സിന്റെ തന്നെ ചൈൽഡ്സ് ആണെങ്കിൽ അതിന് സിബ്ലിങ്സ് എന്ന് പറയാം. 2ഉം 3യും സിബ്ലിങ്സ് ആണ്, അതിന്റെ പാരന്റ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. 4ഉം 5ഉം സിബ്ലിങ്സ് ആണ്, അതിന്റെ പാരന്റ് ആണ് 2 എന്ന് പറയുന്നത്. 6ഉം 7ഉം സിബ്ലിങ്സ് ആണ്, അതിന്റെ പാരന്റ് ആണ് 3. 9 and 10 are siblings. Their parent is 6. ബൈനറി ട്രീയുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് റൂട്ട് നോഡ്. റൂട്ട് നോഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് 0. അതുപോലെ തന്നെ മാക്സിമം നോഡ്സ് അറ്റ് ലെവൽ L. നമ്മൾ ഡിഫറെന്റ് ലെവൽസ് നേരത്തെ കണ്ടായിരുന്നു. ലെവൽ 0 റൂട്ട് നോഡ് വരുന്നത്, then ലെവൽ 1, ലെവൽ 2 അങ്ങനെ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ഒരു ലെവലില് കാണാവുന്ന മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറയുന്നത് 2 പവർ L ആയിരിക്കും, വേർ L ഈസ് ദ ലെവൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ റൂട്ട് നോഡിലാണെങ്കിൽ ലെവൽ എന്ന് പറയുന്നത് 0 ആണ്. സോ L ഇസ് ഈക്വൽ ടു 2 പവർ 0 ഇസ് ഈക്വൽ ടു 1 നോഡേ ഉള്ളൂ, റൂട്ട് നോഡ് 1 ഉള്ളൂ. ഇനി റൂട്ട് നോഡ് എടുത്ത് അതിന് 2 ചൈൽഡ് ആണ്, നമുക്ക് 2 ചിൽഡ്രൻ ആണ് നമുക്ക് കാണുന്നത്. ദിസ് ഇസ് അറ്റ് ലെവൽ 0, ദിസ് ഇസ് അറ്റ് ലെവൽ 1 അല്ലേ? സോ ലെവൽ 1 മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് നിങ്ങൾ നോക്കിക്കേ, 2 പവർ 1 ഇസ് ഈക്വൽ ടു 2. അതായത് റൂട്ട് നോഡിൽ നിന്ന് നെക്സ്റ്റ് പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് മാക്സിമം 2 ആണ്. സോ മാക്സിമം നോഡ്സ് അറ്റ് ലെവൽ L ഇസ് ഈക്വൽ ടു 2 പവർ L ആയിരിക്കും. അത് പഠിച്ചു വെക്കാം. ദെൻ നെക്സ്റ്റ് പഠിക്കേണ്ടത് മാക്സിമം നോഡ്സ് ഓഫ് ഹൈറ്റ് H ക്യാൻ ഹാവ് അറ്റ് മോസ്റ്റ് ഡാഷ് നോഡ്സ്. എത്രയാണെന്നറിയോ? എത്രയാണോ ഹൈറ്റ് വരുന്നത്? 2 പവർ H പ്ലസ് 1 മൈനസ് 1 നോട്ട്സ്. ഹൈറ്റ് എച്ചില് എത്രത്തോളം അറ്റ്മോസ്റ്റ് എത്ര നോട്ട്സ് വരെ ആവാം എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ ഫോർമുല പഠിച്ചു വെക്കുക. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരിക്കലല്ല, പലതവണ ചോദിച്ചിട്ടുണ്ട്. 2 പവർ H പ്ലസ് 1 മൈനസ് 1. ഹൈറ്റ് H ആണെങ്കിൽ അറ്റ്മോസ്റ്റ് 2 പവർ H പ്ലസ് 1 മൈനസ് 1 നോട്ട്സ് മാക്സിമം പോസിബിൾ ആണ്. ഓക്കെ, ഇനി മിനിമം ഹൈറ്റ് ഫോർ n നോട്ട്സ് ഈസിയാണ്. ലോഗ്
n to the base 2 since this is a binary tree base 2. Okay, ഇത് ഓർത്ത് വെക്കുക. ഇനി മിനിമം ലെവൽസ് ഫോർ എൽ ലീവ്സ്, ലീഫ് നോട്ട്സിന്റെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? സോ മിനിമം ലെവൽസ് ഫോർ എൽ ലീവ്സ് അത് പഠിച്ചു വെക്കുക. അതായത് ഒരു ബൈനറി ട്രീ അതിനകത്ത് എൽ ലീഫ് നോട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ലോഗ് എൽ ടു ദ ബേസ് 2 അത്രയും ലെവൽസ് എങ്കിലും കാണും. ഓക്കെ, സപ്പോസ് നമുക്ക് തന്നിരിക്കുകയാണ്, നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് മാക്സിമം നമ്പർ ഓഫ്, ഇതൊന്നും ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് അറ്റ് ലെവൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ട്ടോ 2 power L ആയിരിക്കും. അത് നമ്മൾ കണ്ടു, മാക്സിമം നോട്ട്സ് അറ്റ് ലെവൽ എൽ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ നമുക്ക് എഴുതാലോ മിനിമം ലെവൽസ് ഫോർ എൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എൽ ടു ദ ബേസ് 2 ആയിരിക്കും. മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് അറ്റ് ലെവൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 power L ആയിരിക്കും. ഓക്കെ, അത് തെറ്റിപ്പോവാതെ ഓർത്ത് വെക്കുക കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഈസി എങ്കിൽ അത് മാത്രം പഠിച്ചു വെക്കുക. ലോഗ് എൽ ടു ദ ബേസ് 2 ആണ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമെങ്കിൽ അത് പഠിക്കാം. 2 power L ആണെങ്കിൽ അത് ഓർത്ത് വെക്കുക. തിരിച്ചു മറിച്ചും ചോദിച്ചാൽ കൺഫ്യൂസ്ഡ് ആവരുത്, എഴുതാനായിട്ട് അറിയണം. ലീഫ് നോട്ട്സ് വേഴ്സസ് നോട്ട്സ് വിത്ത് 2 children. ഓക്കെ, നോട്ട്സ് വിത്ത് 2 children. ഓക്കെ, ഒരു ഫുൾ ബൈനറി ട്രീ ആണെങ്കിൽ സപ്പോസ് നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത് എല്ലാന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് കേട്ടോ, ദിസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇന്റേണൽ നോട്ട്സ് വിത്ത് 2 children. നമ്പർ ഓഫ് ഇന്റേണൽ നോട്ട്സ് വിത്ത് 2 children, അതാണ് ടി വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, +1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ബൈനറി ട്രീ അതിനകത്ത് n നോട്ട്സ് ആണുള്ളത് എങ്കിൽ അതിൽ എക്സാക്ട്ലി n-1 ടോട്ടൽ എഡ്ജസ് കാണും. നിങ്ങൾ വരച്ചിട്ട് എഴുതി നോക്കിക്കോ. ഇതേ നോക്കിക്കേ, ഈ ഒരു ട്രീ തന്നെ എടുക്കാന്ന് വിചാരിക്കാം. ബൈനറി ട്രീ ആണ്. നമുക്ക് 3 നോട്ട്സ് ആണ് വരുന്നത്. റൂട്ട് ഉണ്ട്, അതിന് 2 ചൈൽഡ് ഉണ്ട് അല്ലെ, ലെഫ്റ്റും റൈറ്റും ചൈൽഡ് ഉണ്ട്. n-1, n is equal to 3 ആണ്, n-1 is equal to 2 എഡ്ജസ് അല്ലേ വരുന്നത്. സോ ബൈനറി ട്രീ വിത്ത് n നോട്ട്സ് ഹാസ് എക്സാക്ട്ലി n-1 ടോട്ടൽ എഡ്ജസ്. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഓൺലി, 0 ചൈൽഡ് ആണ് ഉള്ളതെങ്കിൽ ഒരു നോഡിനെ നമ്മൾ എന്താണ് പറയാ, ലീഫ് നോഡ് എന്നാണ് പറയാ അല്ലെ. സപ്പോസ് ഒരു ചൈൽഡ് ആണ് ഉള്ളതെങ്കിൽ നമുക്കതിനെ യൂണറി നോഡ് എന്ന് പറയാം. 2 ചിൽഡ്രനും ഉണ്ടെങ്കിൽ നമുക്ക് ബൈനറി നോഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബൈനറി ട്രീസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് നമ്പർ ഓഫ് ചിൽഡ്രൻ, എത്ര കുട്ടികൾ ഉണ്ട് ഓരോ നോഡിനും എന്നുള്ള ബേസ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ on the basis of number of children നമുക്ക് ബൈനറി ട്രീസ്, ഫുൾ ബൈനറി ട്രീ ഉണ്ട്, ഡീജനറേറ്റ് ബൈനറി ട്രീ ഉണ്ട്, സ്ക്യൂഡ് ബൈനറി ട്രീസ് ഉണ്ട്. ഫുൾ ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നോഡിനും ഒന്നിങ്ങനെ 2 ചിൽഡ്രനും കാണും, അല്ലെങ്കിൽ ഒറ്റ ചൈൽഡ് പോലും ഉണ്ടാവില്ല. ഈ ഒരു ട്രീ നിങ്ങൾ നോക്കൂ, എക്സാമ്പിളായി എടുക്കുകയാണെങ്കിൽ 2 ചിൽഡ്രൻ ഉണ്ട്, 2 ചിൽഡ്രൻ ഉണ്ട്, ഒരു ചൈൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഇല്ല. അതായത് സപ്പോസ് 18 ഒരു ചൈൽഡ് ഉണ്ടായിരുന്നു, ഒരു 10 എന്ന് പറഞ്ഞ, ദിസ് ഇസ് നോട്ട് എ ഫുൾ ബൈനറി ട്രീ ദെൻ. ഒന്നിങ്ങെ 0 അല്ലെങ്കിൽ 2 അത്രയും ചിൽഡ്രൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് നോ നോഡ് ഹാസ് ഓൺലി 1 ചൈൽഡ്, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡീജനറേറ്റ് ബൈനറി ട്രീ, അതിന്റെ മറ്റൊരു പേരാണ് പെത്തോളജിക്കൽ ട്രീ എന്ന് പറയുന്നത്. എല്ലാ പാരന്റ് നോഡിനും ഒറ്റ ചൈൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കൂ, റൂട്ട് എടുത്തു, അതിനൊരു കുട്ടിയേ ഉള്ളൂ, അതിന് ഒരു കുട്ടിയേ ഉള്ളൂ, ദെൻ അതിന് ഒരു കുട്ടിയേ ഉള്ളൂ, അതിനൊരു കുട്ടിയേ ഉള്ളൂ. ഓക്കെ, അതായത് ഒരു വേഴ്സ്റ്റ് കേസ് സെനാരിയോ എടുക്കുകയാണെങ്കിൽ അതൊരു ലിങ്ക്ഡ് ലിസ്റ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഡീജനറേറ്റ് ബൈനറി ട്രീയുടെ സ്പെഷ്യൽ കേസസ് ആണ് സ്ക്യൂഡ് ബൈനറി ട്രീസ് എന്ന് പറയുന്നത്. നോട്ട്സ് ലെഫ്റ്റിലോട്ട് സ്ക്യൂഡ് ആവാം, അല്ലെങ്കിൽ റൈറ്റിലോട്ട് സ്ക്യൂഡ് ആവാം. ലെഫ്റ്റ് സ്ക്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ലെഫ്റ്റ് ചൈൽഡ് മാത്രമേ കാണുള്ളൂ, ലെഫ്റ്റിലോട്ട് മാത്രമേ. ഇവിടെ നമ്മൾ കണ്ട എക്സാമ്പിൾ റൈറ്റ് സ്ക്യൂഡ് ആണ്. ഇനി റൈറ്റിലോട്ട് എന്ന് പറയുമ്പോൾ, റൈറ്റ് സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ റൈറ്റിലോട്ട് മാത്രമേ ചൈൽഡ് കാണുള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ നമ്പർ ഓഫ് ചിൽഡ്രനെ അതിന്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഇനി കംപ്ലീഷൻ ഓഫ് ലെവൽസ്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബൈനറി ട്രീസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കംപ്ലീറ്റ് ബൈനറി ട്രീ, പെർഫെക്റ്റ് ബൈനറി ട്രീ ആൻഡ് ബാലൻസ്ഡ് ബൈനറി ട്രീ. കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ എല്ലാ
ലെവൽസും ഫില്ലായിരിക്കും, എക്സെപ്റ്റ് പോസിബിളി ദ ലാസ്റ്റ് ലെവൽ ഒഴിച്ച് ബാക്കി എല്ലാ ലെവൽസും ഫിൽഡ് ആയിരിക്കും. ലാസ്റ്റ് ലെവലിൽ ലെഫ്റ്റിലോട്ട് അങ്ങോട്ട് ഫില്ലായിരിക്കും, റൈറ്റിലോട്ട് ഫില്ല് അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് ഫില്ലായിരിക്കും. ഓക്കെ, അതായത് ഇൻ ദ ലാസ്റ്റ് ലെവൽ ഓൾ നോട്ട്സ് ആർ ആസ് ഫാർ ലെഫ്റ്റ് ആസ് പോസിബിൾ. ഓക്കെ, ഇത് ഹീപ്സിലാണ് നമ്മൾ കംപ്ലീറ്റ് ബൈനറി ട്രീ യൂസ് ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ നോക്കിക്കേ, ലെഫ്റ്റ് ഈ ലെവൽ 0, അത് കഴിഞ്ഞാൽ ലെവൽ 1 കംപ്ലീറ്റ് ഫില്ലാണ്. ഇനിയിപ്പോ ലെവൽ 2 എടുക്കുകയാണെങ്കിലോ ലെഫ്റ്റിലോട്ട് മാക്സിമം ഫിൽഡ് ആണ് അല്ലെ. ഇനിയിപ്പോ ഈ ഒരു 18 ഒരു 10 എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ടായിരുന്നു ചൈൽഡ് ആയിട്ടെങ്കിൽ അതിനെയും നമുക്ക് എന്ത് പറയാം, കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയാം. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ലെഫ്റ്റ് ചൈൽഡ്, ദിസ് 10 വാസ് ഹിയർ in the right as a right child, we cannot say that this is a complete binary tree. Okay, I hope you got the point. Now perfect binary tree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇന്റേണൽ നോഡ്സിനും എന്തുണ്ടായിരിക്കും, 2 ചിൽഡ്രൻ ഉണ്ടായിരിക്കും. കണ്ടോ, ഇത് ഇന്റേണൽ നോഡ്സ് ആണ്, ഇതിന് 2 ചിൽഡ്രൻ വീതം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലീഫ് നോഡ്സ് എല്ലാം തന്നെ സെയിം ലെവലിലായിരിക്കും. ലെവൽ 2 വരുന്നത് എല്ലാം ലെവൽ 0, ലെവൽ 1, ലെവൽ 2 കംപ്ലീറ്റ് ആണ്. അതായത് എല്ലാ ലീഫ് നോഡ്സും സെയിം ലെവലിലായിരിക്കും. ഓക്കെ, അതാണ് പെർഫെക്റ്റ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. ദെൻ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ബാലൻസ്ഡ് ബൈനറി ട്രീ. അതായത് എല്ലാ നോഡും എടുക്കുവാണെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സബ് ട്രീ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 1 ആയിരിക്കും. അതാണ് ബാലൻസ്ഡ് ബൈനറി ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഈ ബാലൻസ്ഡ് ബൈനറി ട്രീയിൽ അറ്റ്മോസ്റ്റ് ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 1 ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അതുപോലെ ഒരു പോയിന്റും കൂടെ ആലോചിക്കണം നമ്മൾ. അതായത് ഈ ബാലൻസ്ഡ് ബൈനറി ട്രീസിൽ സെർച്ച്, ഇൻസേർട്ട്, ഡിലീറ്റ് ഈ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുമ്പോൾ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കണം, ഓർഡർ ഓഫ് ലോഗ് n മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് അറ്റ്മോസ്റ്റ് 1 ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ നമ്പർ ഓഫ് ചിൽഡ്രന്റെ ബേസിസിലും കംപ്ലീഷൻ ഓഫ് ലെവൽസിന്റെ ബേസിസിലും ഒക്കെയുള്ള ടൈപ്സ് ഓഫ് ബൈനറി ട്രീസ് നോക്കി. ഇനി അനദർ ടൈപ്പ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നോഡ് വാല്യൂസ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് നോഡ് വാല്യൂസ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീസ് ഉണ്ട്. ഇത്ര ക്ലാസിഫിക്കേഷൻ ഉള്ളൂ എന്ന് പറയാനൊന്നും സാധിക്കില്ല. എക്സാമ്പിൾസ് ആണ് ബൈനറി സെർച്ച് ട്രീ, AVL ട്രീ, റെഡ് ബ്ലാക്ക് ട്രീ, B ട്രീ, B+ ട്രീ, സെഗ്മെന്റ് ട്രീ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബൈനറി ട്രീസ് അവൈലബിൾ ആണ്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബൈനറി സെർച്ച് ട്രീസും അതുപോലെ തന്നെ AVL ട്രീസും. ഓക്കെ, ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ ആ നോഡിന്റെ വാല്യൂനേക്കാൾ ചെറുതായിരിക്കും ലെഫ്റ്റിലോട്ടുള്ള സബ് ട്രീയിലുള്ള നോട്ട്സിന്റെ എല്ലാം വാല്യൂസ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, 8 ലെസ്സർ ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇങ്ങോട്ടേക്കുള്ള എല്ലാ ലെഫ്റ്റിലോട്ടുള്ള ഈ സബ് ട്രീയിൽ വരുന്ന എല്ലാ വാല്യൂസും. ഇനിയിപ്പോ ഈ ഒരു സബ് ട്രീ എടുത്ത് ഇതിലെ നോഡ് ഈ ഒരു 3 എന്ന് പറയുന്ന നോഡ് എടുത്തു കഴിഞ്ഞാൽ 3യുടെ ലെഫ്റ്റിലോട്ട് 3നേക്കാൾ ചെറിയ വാല്യൂ മാത്രമേ കാണൂ. ഇനിയിപ്പോ 6 എടുക്കുകയാണെങ്കിൽ 6നേക്കാൾ ചെറിയ വാല്യൂസ് ആണ് ലെഫ്റ്റിലേക്ക് കാണും. പക്ഷെ റൈറ്റിലോട്ട് എങ്ങനെയായിരിക്കും, റൈറ്റിലോട്ട് നോഡ് വാല്യൂന്റെ റൈറ്റ് സബ് ട്രീയുടെ വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ആയിരിക്കും. ഇപ്പൊ ഈ 3നേക്കാൾ വലിയ വാല്യൂ അല്ലേ 6 വരുന്നത്, 6നേക്കാൾ വലിയ വാല്യൂ അല്ലേ 7 വരുന്നത്. പക്ഷെ 8 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലെഫ്റ്റിലോട്ടുള്ള എല്ലാ വാല്യൂസും 8നേക്കാൾ ലെസ് ആയിരിക്കും. ഇനിയിപ്പോ ഈ 8ന്റെ റൈറ്റിലോട്ട് എടുക്കുകയാണെങ്കിൽ 8നേക്കാൾ വലിയ വാല്യൂസ് ആയിരിക്കും എന്ത് ചെയ്യുക, റൈറ്റിലോട്ട് വരുന്നുണ്ടായിരിക്കാം. സോ 8നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് 10. 10ന്റെ റൈറ്റിലോട്ടാണ് ആര് വന്നിട്ടുള്ളത്, 14. സോ 10നേക്കാൾ വലിയ വാല്യൂ ആണ്. 14ന്റെ ലെഫ്റ്റിലോട്ടാണ് 13 വന്നിരിക്കുന്നത്. കാരണം 14നേക്കാൾ ലെസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് 13 എന്ന് പറയുന്നത്. അപ്പൊ ഒരു നോഡിനേക്കാൾ ലെസ് ആയിട്ടുള്ള വാല്യൂസ് ആണ് അതിന്റെ ലെഫ്റ്റ് സബ് ട്രീയിലെ വാല്യൂസ്. അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും അതിന്റെ റൈറ്റ് സബ് ട്രീയിലെ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി AVL ട്രീസ് എന്ന് പറയുമ്പോൾ സെൽഫ് ബാലൻസിങ് ബൈനറി സെർച്ച് ട്രീസ് ആണ്. BST ബൈനറി സെർച്ച് ട്രീസ് ആണ് AVL ട്രീസ് എന്ന് പറയുന്നത്. ലെഫ്റ്റും റൈറ്റും സബ് ട്രീസ് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് അറ്റ്മോസ്റ്റ് 1 ആയിരിക്കും. നേരത്തെ നമ്മൾ ബാലൻസ്ഡ് ബൈനറി ട്രീ പറഞ്ഞില്ലേ, AVL ഈസ് എ ബാലൻസ്ഡ് ബൈനറി ട്രീ. അതുവഴി നമുക്ക് ഓപ്പറേഷൻസ് എല്ലാം ഓർഡർ ഓഫ് ലോഗ് n ടൈമിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇതൊരു സെൽഫ് ബാലൻസിങ് ബൈനറി സെർച്ച് ട്രീ ആണ്. ഓരോ നോഡ് എടുത്തിട്ടുണ്ട് വെച്ചാൽ അതിനേക്കാൾ ചെറിയ വാല്യൂസ് അതിന്റെ ലെഫ്റ്റ് സബ് ട്രീക്കകത്ത് കാണുകയുള്ളൂ. ഇനി അതിന്റെ റൈറ്റിലോട്ട് എങ്ങനെയായിരിക്കും, അതിനേക്കാൾ വലിയ വാല്യൂസ് മാത്രമേ കാണുള്ളൂ.
റൈറ്റ് സബ് ട്രീയിലോട്ട്. ഓക്കെ, സോ ബൈനറി സെർച്ച് ട്രീ ആണ്, പക്ഷേ ബാലൻസ്ഡ് ആണ്, സെൽഫ് ബാലൻസിങ് ആണ്. അതായത് ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 1 ആയിരിക്കും. നമുക്ക് ഓരോ നോഡിന്റെയും ഹൈറ്റ് ഒന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ഈ 4 എന്ന് പറയുന്ന ഈ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് ലെഫ്റ്റോ റൈറ്റോ പ്രത്യേകിച്ച് ചിൽഡ്രൻ ഇല്ല. സോ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. നൗ 5 എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന്റെ ലെഫ്റ്റിലേക്ക് ഒരു നോഡ് വരുന്നുണ്ട്, റൈറ്റിലേക്ക് നോഡ് ഉണ്ടോ? ഇല്ല. സോ ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 1 അല്ലേ വരുന്നത്. ലെഫ്റ്റിലോട്ട് ഒരു സബ് ട്രീ ഉണ്ട്, റൈറ്റിലോട്ട് 0 ആണ്. 1 - 0 1 ആണ് വരുന്നത്. നൗ 8 എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് 2, ഈ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ്. റൈറ്റിലോട്ടാണെങ്കിലോ 1 ആണ് വരുന്നത്. സോ ഇതിന്റെ മാക്സിമം ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ഇനി 11 എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ 0 ആണ് വരുന്നത് ഹൈറ്റ് ഡിഫറൻസ്. 17 എടുത്തു കഴിഞ്ഞാൽ 0 ആണ് ഹൈറ്റ് ഡിഫറൻസ് വരുന്നത്. 18 എടുത്തു കഴിഞ്ഞാൽ 1 - 1 ചൈൽഡ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ആരുമില്ല. 1 - 0 1 ആണ് വരുന്നത്. ഇനി 12 എടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ ലെഫ്റ്റിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ 1 2 3 വരുന്നുണ്ട്, മൈനസ് ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് അല്ലെ. റൈറ്റിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 എടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു 1. സോ ഇതൊരു AVL ട്രീക്ക് എക്സാമ്പിൾ ആണ്. അറ്റ്മോസ്റ്റ് 1 ആണ് എന്ത് വരുന്നത്, ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീ ഏതൊരു നോഡ് എടുത്തിട്ട് വെച്ചാലും ഹൈറ്റ് ഡിഫറൻസ് വരുന്നുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ AVL ട്രീ. നോട്ട്സിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് റെഡ് ബ്ലാക്ക് ട്രീ, ബി ട്രീ, B+ ട്രീ, സെഗ്മെന്റ് ട്രീ, ഇതൊക്കെ തന്നെ. ട്രീ ഡേറ്റ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ച്, അങ്ങനെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ട്രീ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അതായത് എൻ്റെ ട്രീ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ട്രീക്കകത്തുള്ള എല്ലാ നോഡും നമ്മൾ വിസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വിസിറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേ അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വിസിറ്റ് ചെയ്യേണ്ട വന്നേക്കാം. അങ്ങനെ ആ ട്രീക്കകത്ത് ഡേറ്റ സ്ട്രക്ചറിലുള്ള എല്ലാ നോട്ട്സിനെയും വിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രീ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. 3 ടൈപ്സ് ഓഫ് ട്രീ ട്രാവേഴ്സൽസ് ആണ് വരുന്നത്: പ്രീ ഓർഡർ, ഇൻ ഓർഡർ, പോസ്റ്റ് ഓർഡർ. ഈ പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ വെച്ചാൽ ആദ്യം തന്നെ റൂട്ട് നോഡ് ആയിരിക്കും വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. റൂട്ട് വിസിറ്റ് ചെയ്യും, ദെൻ എന്ത് ചെയ്യും, ലെഫ്റ്റ് സബ് ട്രീ ആയിരിക്കും വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനുശേഷം റൈറ്റ് സബ് ട്രീ ആയിരിക്കും വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഏതില്? പ്രീ ഓർഡർ. ഓക്കെ. ഇനി ഇൻ ഓർഡർ ട്രാവേഴ്സൽ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് സബ് ട്രീ ആയിരിക്കും വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനുശേഷം റൂട്ട് വിസിറ്റ് ചെയ്യും, ദെൻ റൈറ്റ് വിസിറ്റ് ചെയ്യും. ഓക്കെ. ഇനി പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ലെഫ്റ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് റൈറ്റ് സബ് ട്രീ വിസിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് റൂട്ട് നോഡായിരിക്കും വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിന്റെ അൽഗോരിതം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് ഓർമ്മയും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരാം. ട്രീ ട്രാവേഴ്സിൽ നമ്മുടെ അടുത്ത് ഏതിൻ്റെങ്കിലും ഒരു ട്രീ തന്നിട്ട് അതിന്റെ പ്രീ ഓർഡറോ ഇൻ ഓർഡറോ പോസ്റ്റ് ഓർഡറോ എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ, പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രീ അങ്ങോട്ട് റൂട്ടിൽ നിന്ന് അങ്ങ് ട്രാവേഴ്സ് ചെയ്യുക. റൂട്ടിൽ നിന്ന് ട്രാവേഴ്സ് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ടൈം ഓരോ നോഡും നമ്മൾ എപ്പോഴാണോ വിസിറ്റ് ചെയ്യുന്നത് അത് അങ്ങോട്ടേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഓർഡർ കിട്ടും. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക. ഇതിന്റെ പ്രീ ഓർഡർ ട്രാവേഴ്സിൽ എഴുതാണെങ്കിൽ ഞാൻ റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 ആദ്യം തന്നെ എടുത്തെഴുതി. 8 കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് പോകുന്നത് 3ലോട്ടാണ്. സോ 3 എടുത്തെഴുതി. 3 ഞാൻ ഫസ്റ്റ് ടൈം കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ 1 ആണ് കാണുന്നത്. സോ 1. ഈ ട്രീ ഞാൻ ഈ ഒരു ഓർഡറിലാണ്, ഈ ഒരു ഫോമാറ്റിലാണ് ഞാൻ ഇത് ട്രാവേഴ്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇങ്ങനെ, അതിനുശേഷം ഇങ്ങനെയായിരിക്കും ഞാൻ ട്രാവേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഈ ഒരു ഓർഡറിൽ ഞാൻ ഇങ്ങനെ ഒരു നോഡ് എടുത്തു, അതിന്റെ ലെഫ്റ്റിലോട്ട് പോയി, ആ നോഡിന്റെ ലെഫ്റ്റിലോട്ട് എഗെയിൻ ചൈൽഡ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ ഓരോ നോഡും കാണുന്നത് എപ്പോഴാണ്, അപ്പം ഞാൻ എടുത്ത് എഴുതി കഴിഞ്ഞിട്ട് വെച്ചാൽ എനിക്ക് പ്രീ ഓർഡർ ട്രാവേഴ്സിൽ കിട്ടും ആ ട്രീയിൽ. അപ്പം ഞാൻ 8 കണ്ടു, 3 കണ്ടു, 1 കണ്ടു ഞാൻ 3ലോട്ട് തിരിച്ചു വന്ന് പിന്നെ നോക്കുമ്പോൾ റൈറ്റിലോട്ട് ഒരു നോഡ് കിടക്കുന്നു. സോ അങ്ങോട്ടേക്ക് പോയി 6 എന്ന് ഞാൻ നോക്കിയപ്പോൾ ലെഫ്റ്റിലോട്ട് ഒരു നോഡ് ഉണ്ട്. സോ 4ലോട്ട് പോയി, ദെൻ തിരിച്ച് 6ലോട്ട് വന്ന് റൈറ്റിലോട്ട് പോയപ്പോൾ 7 കിടപ്പുണ്ട്. സോ 7 എടുത്ത് എഴുതി.
ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, നേരെ മുകളിലോട്ട് വന്ന വഴിക്ക് തന്നെ ബാക്ക് ട്രാക്ക് ചെയ്ത് 8 നോക്കിയപ്പോഴാണ് റൈറ്റിലോട്ട് എന്തുണ്ട്, ട്രീ ഉണ്ട്. അവിടെ ആദ്യം ഞാൻ വിസിറ്റ് ചെയ്യുന്നത് 10 ആയിരിക്കും. 10ന് ശേഷം ഞാൻ നോക്കുമ്പോൾ ലെഫ്റ്റിലോട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. സോ റൈറ്റിലോട്ട് പോയി. ഞാൻ റൈറ്റിലോട്ട് പോയപ്പോൾ അവിടെ 14 കിടപ്പുണ്ട്, എടുത്തെഴുതി. ദെൻ ലെഫ്റ്റിലോട്ട് ഒരെണ്ണം കിടപ്പുണ്ട് 13. ഓക്കെ, ഇപ്പൊ എൻ്റെ എല്ലാ നോഡും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ദിസ് ഇസ് വാട്ട് മൈ pre-order traversal is. This is the order in which I do pre-order traversal in this tree. Okay. ഇനി ഇതിന്റെ ഇൻ ഓർഡർ എടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് ഞാനിങ്ങനെ ആദ്യം റൂട്ടിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നു, റൈറ്റിലേക്ക് പോകുന്നു, അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഓരോ നോഡിന് ലെഫ്റ്റിലേക്ക് പോകുന്നു, ലെഫ്റ്റിലെ ഏറ്റവും എക്സ്റ്റെൻഡ് വരെ പോകുന്നു, ദെൻ റൈറ്റ് തിരിച്ചു വന്ന് റൈറ്റിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഞാൻ മൂവ് ചെയ്യുന്നത് എങ്കിൽ സെക്കൻഡ് ടൈം ഞാനൊരു നോഡ് വിസിറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ അന്നേരം ആ നോഡ് ഞാൻ അങ്ങോട്ട് എടുത്തെഴുതുക. ഓക്കെ, അതായിരിക്കും എൻ്റെ ആ ട്രീയുടെ ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. നമുക്ക് എടുക്കാം. ആദ്യം തന്നെ 8ലേക്ക് എത്തി. ഞാൻ 8 ഞാൻ ഫസ്റ്റ് ടൈം കണ്ടു. ഓക്കെ, 8 ഫസ്റ്റ് ടൈം കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ലെഫ്റ്റിലേക്ക് പോയപ്പോൾ 3 ഫസ്റ്റ് ടൈം കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ലെഫ്റ്റിലേക്ക് പോയപ്പോൾ 1 ഫസ്റ്റ് ടൈം കണ്ടു. 1 ഞാൻ ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റിലേക്ക് ഒന്നുമില്ല, നള്ളാണ്. റൈറ്റിലേക്ക് ഒന്നുമില്ല, നള്ളാണ്. റൈറ്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഇവിടെ 1ലേക്ക് ഒരു പ്രാവശ്യം എത്തുന്നില്ലേ? സോ 1 ഞാൻ എടുത്തെഴുതുക. സെക്കൻഡ് ടൈം ഞാൻ 1 അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് റൈറ്റിലേക്ക് ഒന്നുമില്ല, ഇങ്ങോട്ടേക്ക് ഞാൻ തിരിച്ചെത്തും ഇല്ലേ? ഈ 1ൽ നിന്ന് തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഞാൻ സെക്കൻഡ് ടൈം 3 കാണുന്നുണ്ടായിരിക്കും. സോ ദാറ്റ് ടൈം ഐ റൈറ്റ് ഡൗൺ 3. ദെൻ ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? റൈറ്റിലേക്കാണ് പോകുന്നത്. 3 എൻ്റെ അടുത്ത് എഴുതി കഴിഞ്ഞായിരുന്നേ. റൈറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ 6 ഫസ്റ്റ് ടൈം കണ്ടു. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോയി 4 ഞാൻ ഫസ്റ്റ് ടൈം കണ്ടു. നള്ളായതുകൊണ്ട് സെക്കൻഡ് ടൈമും ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കാണുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? 4 എടുത്തെഴുതി ബാക്ക് ട്രാക്ക് ചെയ്ത് ഞാൻ എത്തുന്നത് 6ലാണ്. 6 ഞാൻ സെക്കൻഡ് ടൈം കണ്ടതുകൊണ്ട് 6 ഞാൻ എടുത്തെഴുതി. ദെൻ 7 ഞാൻ നോക്കിയപ്പോൾ 7ൽ ഞാൻ സെക്കൻഡ് ടൈം കാണുമ്പോൾ 7 ഞാൻ എടുത്തെഴുതി. കാരണം ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നള്ളാണ്, തിരിച്ചെത്തിയപ്പോൾ 7 കണ്ടു. ദെൻ എന്ത് ചെയ്തു? 7 എടുത്തെഴുതി, ബാക്ക് ട്രാക്ക് ചെയ്തു, നേരെ തിരിച്ച് ഈ നോട്ട്സ് എല്ലാം ഞാൻ വിസിറ്റ് ചെയ്തായിരുന്നു. പക്ഷെ 8ലേക്ക് ഞാൻ സെക്കൻഡ് ടൈം എത്തുന്നത് ഇപ്പോഴാണ്. സോ 8 ഐ വിൽ റൈറ്റ് ഡൗൺ. ഓക്കെ, എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പോകും. എൻ്റെ റൈറ്റ് സബ് ട്രീയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ 10 കണ്ടു, വിസിറ്റ് ചെയ്തു. 10ന്റെ ലെഫ്റ്റിലേക്ക് വല്ലതും ഉണ്ടോ? ഇല്ല, നള്ളാണ് കിടക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോൾ 10 സെക്കൻഡ് ടൈം കണ്ടു. സോ 10 എന്ത് ചെയ്തു? ഞാൻ വിസിറ്റ് ചെയ്തതായിട്ട് മാർക്ക് ചെയ്യും. ദെൻ 10ന്റെ റൈറ്റിലേക്ക് ഞാൻ പോയി. 14 ഞാൻ ഫസ്റ്റ് ടൈം കണ്ടായിരുന്നേ. 14 കണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ 13 കണ്ടു. 13ന്റെ ലെഫ്റ്റിലൊന്നുമില്ല, റൈറ്റിലൊന്നുമില്ല. സോ 13 ഞാൻ സെക്കൻഡ് ടൈം കാണുന്നത് എടുത്തെഴുതി. ദെൻ ഞാൻ ഇവിടേക്ക് ബാക്ക് ട്രാക്ക് ചെയ്തെത്തുമ്പോൾ 14 കണ്ടു. 14 എടുത്തെഴുതി. ഇനി എനിക്ക് വല്ലതും എടുത്തെഴുതാനുണ്ടോ? ഇല്ല. സോ എനിക്കിനി എക്സാമിന് ടൈം ഇല്ലാത്തതുകൊണ്ട്, ബാക്ക് ട്രാക്ക് ചെയ്യാൻ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻ ഓർഡർ ട്രാവേഴ്സൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബിക്കോസ് ഐ ഹാവ് വിസിറ്റഡ് ഓൾ ദ നോട്ട്സ് പ്രസന്റ് ഇൻ ദിസ് ട്രീ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻ ഓർഡർ ട്രാവേഴ്സൽ എഴുതുന്നത്. ഇനി പോസ്റ്റ് ഓർഡർ ആണെങ്കിലോ, ഞാൻ ബാക്ക് ട്രാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്തിട്ടോ എപ്പോഴാണ് ഒരു നോഡ് ഞാൻ എൻ്റെ ട്രാവേഴ്സലിൽ ഏറ്റവും ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ലാസ്റ്റ് ടൈം വേണം ഞാൻ എടുത്തെഴുതാനായിട്ട്. ഞാൻ എൻ്റെ 8ന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ട്രാവേഴ്സിൽ. 3ലെത്തി. ദെൻ 3ന്റെ ലെഫ്റ്റിലേക്ക് പോയി 1 ട്രാവേഴ്സ് ചെയ്തു. 1ലേക്ക് ഇനി ഞാനൊരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിലാക്കുന്ന പോയിന്റിൽ 1 ഞാൻ എടുത്തെഴുതി. 1 എടുത്തെഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 3ലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്തു. 3 ഇനി ഞാൻ കാണും, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് റൈറ്റിലോട്ട് സബ് ട്രീ ഉണ്ട്. റൈറ്റിലേക്ക് മൂവ് ചെയ്തു. റൈറ്റിന്ന് നോക്കിയപ്പോൾ പിന്നെ അഗെയിൻ ലെഫ്റ്റിലോട്ട് ഒരു സബ് ട്രീ വരുന്നുണ്ട്. സബ് ട്രീ അല്ല, ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂ. ആ ചൈൽഡിനെ ഞാൻ വിസിറ്റ് ചെയ്തു. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇനി ലെഫ്റ്റിലോട്ട് ഇല്ലാത്തതുകൊണ്ട് ആ ചൈൽഡിനെ ഞാൻ എടുത്തെഴുതി. ആ ചൈൽഡിനെ വിസിറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് ട്രാക്ക് ചെയ്തു. തിരിച്ച് വന്നപ്പോൾ റൈറ്റിലോട്ട് ഒരു ചൈൽഡ് കിടപ്പുണ്ട്. ആ ചൈൽഡിനെ ഞാൻ വിസിറ്റ് ചെയ്തു. ആ ചൈൽഡിനെ ഇനി ഞാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന മാത്രമല്ല ആ ചൈൽഡിനെ ഞാൻ എടുത്തെഴുതി. ദെൻ ബാക്ക് ട്രാക്ക് ചെയ്തു. 6ലെത്തി. ഇനി 6ലോട്ട് ഒരു തിരിച്ചു വരവില്ല എനിക്ക്, അല്ലേ? സോ 6 ഞാൻ എടുത്തെഴുതി. 6 ബാക്ക് ട്രാക്ക് ചെയ്തു. 3ലെത്തി. 3ലോട്ട് ഇനി ഒരു തിരിച്ചു വരവില്ല. സോ 3 ഞാൻ എടുത്തെഴുതി. ദെൻ ഞാൻ എന്ത് ചെയ്തു? തിരിച്ച് 8ലോട്ട് എത്തി, ബാക്ക് ട്രാക്ക് ചെയ്ത്. 8ലേക്ക് എനിക്ക് ഇനിയും വരാൻ സാധിക്കും. ഇവിടുത്തെ എല്ലാം വിസിറ്റ് കഴിഞ്ഞ് 8 to എൻഡിൽ എനിക്ക് എന്ത് ചെയ്യാം? റൂട്ടിൽ തന്നെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ട്രാവേഴ്സിൽ. സോ ഞാൻ എന്ത് ചെയ്തു? 8നെ വെറുതെ വിട്ടു. ഇനി റൈറ്റിലോട്ട് ട്രീ ഉണ്ടോ? ഉണ്ട്. റൈറ്റിലേക്ക് ഞാൻ മൂവ് ചെയ്തു. 10ലേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് നള്ളാണ്. സോ എന്ത് ചെയ്തു? തിരിച്ചു വന്നു.
തിരിച്ചു വന്ന് ഞാൻ നോക്കിയപ്പോൾ 10ലേക്ക് ഇനി ഞാൻ എത്തും. 14ലേക്ക് എത്തി. ദെൻ 14 എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ആരാണ് കിടക്കുന്നത്? ലെഫ്റ്റിൽ ഒരു 13 കിടപ്പുണ്ട്. 13ലേക്ക് ഒരു തിരിച്ചുവരവില്ല. സോ 13 എടുത്തെഴുതി. 13 എടുത്തെഴുതി ബാക്ക് ട്രാക്ക് ചെയ്തു. 14ൽ വന്നു. 14ന്റെ റൈറ്റിലേക്ക് പ്രത്യേകിച്ച് ആരുമില്ല. സോ ഞാൻ 14ലേക്ക് ബാക്ക് ട്രാക്ക് ചെയ്തു. 14 ഇനി തിരിച്ചുവരവില്ലാത്തതുകൊണ്ട് എടുത്തെഴുതി. 14 നേരെ 10ലോട്ട് പോയി. 10ലോട്ട് ഇനി തിരിച്ചുവരവില്ല, കാരണം ഞാൻ ഇനി അത് കഴിഞ്ഞ് 8ലോട്ട് പോവാ, റൂട്ടിലോട്ട്. സോ 10 എടുത്തെഴുതി. സോ 10 നേരെ എങ്ങോട്ടേക്ക് പോയി? 8ലോട്ട് പോയി. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റൂട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ഓർഡറിൽ നിങ്ങളുടെ യൂഷ്വലി നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സിൽ അൽഗോരിതംസ് ഫോളോ ചെയ്ത് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ നിങ്ങൾക്ക് ലോജിക്കലി അങ്ങനെ എടുത്തെഴുതാം. അത് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തോന്നുന്നു, പക്ഷെ ഒറ്റയടിക്ക് നമുക്ക് എഴുതാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതിനകത്തൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഇനോർഡർ ട്രാവേഴ്സൽ എന്ന് പറയുമ്പോൾ ഈ ഇനോർഡർ ട്രാവേഴ്സൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബൈനറി ട്രീ ഒരു ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അസെൻഡിങ് ഓർഡറിലായിരിക്കും. 1 3 4 6 7 8 10 13 14. കണ്ടോ? ബൈനറി സെർച്ച് ട്രീ ആണെങ്കിൽ ഇനോർഡർ ട്രാവേഴ്സലിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഏത് ട്രാവേഴ്സലിലാണ് അങ്ങനെ കിട്ടുക, സോർട്ടഡ് ഓർഡറിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഇനോർഡർ ട്രാവേഴ്സലിലാണ്. ഓക്കെ, സോ ട്രീസിനെ കുറിച്ചുള്ള ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റലി ട്രീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ നോട്ട്സ് തറോ ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ട് വെച്ചാൽ ഏത് ക്വസ്റ്റ്യനും നമ്മുടെ കേരള PSCയിൽ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.